ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. അപ്പം ഞങ്ങൾ കേട്ടോ AK മാളിലാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റമദാൻ പർച്ചേസിങ്ങിന് വന്നതാട്ടോ. അപ്പോൾ ഷെസ്മോൾ ഇതാ ട്രോളി കയറ്റിയിരുത്തിയിരിക്കണ്. ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ അറിഞ്ഞത്. കാല് കുത്താൻ വയ്യ, അത്രക്കും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിക്കണ്. അപ്പം ഞങ്ങളിതാ ലിക്വിഡിൻ്റെ സെക്ഷനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലിക്വിഡൊക്കെ ഒന്ന് നോക്കി, അങ്ങനെ ഒന്ന് സെലക്ട് ആക്കി എടുത്തിട്ടോ. അപ്പോൾ അതാ ഞാനും ഷെസ്മോളും ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അടുത്തത് ഇൻഡോമിനെ സെക്ഷനിലായിട്ടാണ് പോയിക്കണത്. അവിടെ ഒരുപാട് ഫ്ലേവർ ഇൻഡോമീസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ കുറച്ചൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ രണ്ടെണ്ണമാണ് ഇഷ്ടമായത്, ഒന്ന് വെജിറ്റബിളും ഒന്ന് ചിക്കനും. അപ്പോൾ ഞാൻ സെലക്ട് ആക്കിയത് ഇൻഡോമിൻ്റെ ചിക്കൻ ഫ്ലേവർ ആട്ടോ. നോമ്പൊക്കെ അല്ലേ, അപ്പോൾ വല്ലാതെ പോകൂല. അപ്പം നമ്മളിത് പഞ്ചസാര സെക്ഷനിലോട്ടാണ് പോണത്. ആ ഒരു ഭാഗത്ത് തന്നെ പോക്കുമ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഷെസ്മോളെ ടൈം കഴിഞ്ഞിരിക്കണം, ഓള് കരച്ചിലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. ഓൾക്ക് വീട്ടിലേക്ക് പോകണമെന്ന് ഇറങ്ങാനാണ് ഓള് കരയണത്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അടുത്ത നമ്മൾ പഴത്തിൻ്റെ സെക്ഷനിലായിട്ടാണ് വന്നിരിക്കണത്. നമുക്ക് അത്താഴത്തിന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പഴം വാങ്ങണത്. അടുത്ത നമ്മൾ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. കാബേജ് എടുത്തു, തക്കാളി എടുത്തു. തക്കാളി നല്ലത് നോക്കി എടുക്കണ്ടേ. പിന്നെ അടുത്തത് ഉള്ളി എടുത്തു, ഉരുളങ്കിഴങ്ങ് എടുത്തു. ഉരുളങ്കിഴങ്ങിന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു. എല്ലാ വെജിറ്റബിൾസും വെയിറ്റ് നോക്കാൻ വേണ്ടി കൊടുന്നു. ഒരുപാട് നേരം അവിടെ നിന്നിട്ട ഞാൻ. അടുത്ത നമ്മൾ സമൂസ ചീറ്റിന് പോയതാട്ടോ. അപ്പോൾ നമ്മൾ സമൂസ റോള് വാങ്ങിക്കൊടുന്നു. അപ്പം നമ്മളത് ഈത്തപ്പഴത്തിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നത് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഈത്തപ്പഴം ഉണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം അത്യാവശ്യമല്ലേ. അപ്പോൾ ഷെസ്മോൾ എന്തിനാ കരഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈത്തപ്പഴം വേണത്രേ. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ നിന്നൊരു ബോക്സ് പൊട്ടിച്ചിരിക്കണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് എടുത്ത് കൊടുത്തു. അപ്പോൾ ഓള് തിന്നുന്നത് കണ്ടപ്പോൾ എനിക്കൊന്ന് തിന്നാനൊന്ന് പൂതി. അപ്പോൾ ആരും കാണാതെ ഞാൻ എന്താട്ടി ഒരു ഈത്തപ്പഴം തിന്നിട്ടോ. ഈത്തപ്പഴത്തിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ 7up സെക്ഷനും. അപ്പോൾ ഞാൻ എന്താട്ടി ഷെസ്മോൾ കരഞ്ഞോണ്ട് ഓൾക്ക് ഒന്നതാണ് വാങ്ങിച്ചു കൊടുത്തിട്ടോ. ഞാൻ അവളോട് കുറേ വട്ടം പറഞ്ഞു നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുടിക്കാം. അപ്പം എന്നോട് പറഞ്ഞു പറ്റൂലേക്ക് ഇവിടെ നിന്ന് തന്നെ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താട്ടി അവൾക്ക് അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചാണ്ട് കൊടുത്തിട്ടോ. അടുത്ത ഞങ്ങൾ ഒരു കേടിൻ്റെ സെക്ഷനിലേക്കാട്ടോ പോയത്. അപ്പോൾ അവിടുത്തെ ഹെൽപ്പർ എന്തായതു അതിൻ്റെ മുകളിലത്തെ ആ കേടൊന്ന് എടുത്തു തന്നിട്ടോ. അപ്പോൾ അതാ ഈത്തപ്പഴം ശരിക്കും വാങ്ങുന്ന സ്ഥലം ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വാങ്ങണതിന് മുന്നേ അവരെന്ത് ചെയ്തു നമുക്ക് 2 ഈത്തപ്പഴം തന്നിട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഈത്തപ്പഴമാണ് വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ജാർ കേക്കുകളും ഡ്രീം കേക്കുകളും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു ഡ്രീം കേക്ക് കണ്ടെടുത്തിട്ടോ. എന്നൊന്നും ഡ്രീം കേക്ക് വാങ്ങണിയല്ലേ, എപ്പോഴെങ്കിലൊക്കെ ഒന്നല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ആ ഡ്രീം കേക്ക് എന്താട്ടി ട്രോളിക്ക് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഷെസുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ കാണണം എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ ഞാൻ എന്താട്ടി അത് ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കാണിച്ചു കൊടുത്തിട്ടോ അവൾക്ക്. അപ്പം നമ്മൾ വീണ്ടും ലിക്വിഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ. അവിടുന്ന് നമ്മൾ സൺപ്ലസിൻ്റെ ഡിറ്റർജൻറ്റ് പൗഡർ ഒന്ന് വാങ്ങി. അങ്ങനെ ഞാനിത് ബില്ലെടുക്കുന്നതിൻ്റെ കട്ട വെയിറ്റിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബറിനെ കണ്ടിട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് അന്വേഷിച്ചു. അപ്പോൾ ഇതാട്ടോ നമ്മളെ സബ്സ്ക്രൈബറെ. അങ്ങനെ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബില്ലിടാൻ വേണ്ടി തുടങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.